രാജ്യത്ത് ചെറുനഗരങ്ങളിലെ എടിഎമ്മുകളിൽ വ്യാപകമായി പ്രവർത്തനം തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കോൺഫെഡറേഷൻ ഓഫ് എടിഎം ഇൻഡസ്ട്രി. കറൻസിയുടെ ലഭ്യത കുറയുന്നതാണ് ഇതിന് കാരണമായി ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യൻ ബാങ്ക് അസോസിയേഷനും റിസർവ് ബാങ്കിനും ഇത് സംബന്ധിച്ച് കോൺഫെഡറേഷൻ കത്ത് നൽകി. എടിഎമ്മിൽ നിറയ്ക്കുന്നതിനായി ബാങ്ക് ശാഖകളിൽ നിന്നും കറൻസി ചെസ്റ്റുകളിൽ നിന്നും കറൻസി പിൻവലിക്കാൻ പല സംസ്ഥാനങ്ങളിലും ബുദ്ധിമുട്ട് നേരിടുന്നതായി ഇവർ പറയുന്നു. ഗ്രാമ അർദ്ധ നഗര മേഖലകളെയാണ് ഇത് അധികവും ബാധിച്ചിട്ടുള്ളത്. CATMI റിസർവ് ബാങ്ക് കറൻസി മാനേജ്മെന്റ് വകുപ്പിനെ അറിയിച്ചിരിക്കുന്ന കണക്കുകൾ അനുസരിച്ച് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ശരാശരി 94,000 കോടി രൂപയുടെ കറൻസിയാണ് എടിഎമ്മുകളിൽ നിറയ്ക്കാൻ ആവശ്യമായത്. എന്നാൽ മാർച്ചിൽ 61,000 കോടിയും ഏപ്രിലിൽ 54,000 കോടിയുമാണ് ലഭിച്ചത് എന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. എടിഎം ഉൽപാദകർ, ഔട്ട്സോഴ്സിംഗ് കമ്പനികൾ, സ്വകാര്യ എടിഎം ഓപ്പറേറ്റർമാർ, പേയ്മെന്റ് സേവന കമ്പനികൾ, എടിഎമ്മിൽ പണം നിറയ്ക്കുന്ന ഏജൻസികൾ, പണം കൊണ്ടുപോകുന്ന കമ്പനികൾ, എടിഎം സുരക്ഷാ സേവനദാതാക്കൾ തുടങ്ങിയവയുടെ കൂട്ടായ്മയാണ് CATMIയിൽ ഉൾപ്പെടുന്നത്. ഇന്ധനവില കൂടിയതിനു പുറമെ പല സംസ്ഥാനങ്ങളിലും വേതന വർധന വന്നതും പ്രവർത്തന ചെലവ് കൂട്ടി. എടിഎം ഇടപാടുകൾ കുറഞ്ഞു വരുന്നു. ഇത് മെഷീനുകളുടെ എണ്ണത്തിലും കുറവുണ്ടാക്കി. മറ്റു ബാങ്കുകളുടെ എടിഎമ്മുകളിൽ നിന്ന് പണം എടുക്കുമ്പോഴുള്ള ഇന്റർചേഞ്ച് ഫീസ് 19 രൂപയാണെങ്കിൽ ഇത് കുറവാണെന്നാണ് മേഖലയിലെ കമ്പനികൾ പറയുന്നത്. ഈ പ്രതിസന്ധികൾക്കിടയിലാണ് കറൻസി ലഭ്യതയിലും കുറവ് വന്നിരിക്കുന്നത്. മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് 100 കോടി രൂപയോളം നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നും CATMI പറയുന്നു.